വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. നാമജപവുമായി ഗേറ്റിന് മുന്നിൽ പ്രതിരോധം തീർത്ത് ഭക്തർ. നേർക്കാഴ്ചയായി പൂപ്പത്തി മംഗലംകുളം ജലസേചന പദ്ധതി. 1 കോടി മുടക്കിയിട്ടും തുള്ളിവെള്ളം പോലും പദ്ധതി വഴി ലഭിച്ചില്ല. ചെങ്ങാലൂർ എടത്തോട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേർപ്പ് പുത്തറക്കലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. മര ഉരുപ്പടികളും മോട്ടോറുകളും കത്തിനശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യുവാക്കളെ ആക്രമിച്ച് 3 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കോതമംഗലം സ്വദേശി ജോബി ജോർജാണ് അറസ്റ്റിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26 വിശദമായ വാർത്തയിലേക്ക്. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിനെതിരെ ഭക്തജനങ്ങൾ നാമജപവുമായി പ്രതിരോധം തീർത്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങളുമായി 250-ൽ അധികം പോലീസുകാരുടെ അകമ്പടിയോടെ മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ കപ്ലിയങ്ങാട് ദേവീക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയത്. നിമിഷ നേരം കൊണ്ട് ഭക്തജനങ്ങൾ സംഘടിച്ചെത്തി ക്ഷേത്രനടയിൽ നാമജപം നടത്തി പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഹൈന്ദവ സംഘടനാ നേതാക്കളും ഭക്തരും പോലീസുമായി ചർച്ച നടത്തി ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഡയറി നമ്പർ അടക്കമുള്ള രേഖകൾ ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് നടപടികൾ നിർത്തിവച്ചത്. കെടുകാര്യസ്ഥതയുടെ നേർക്കാഴ്ചയായ പൂപ്പത്തി മംഗലംകുളം ജലസേചന പദ്ധതിയുടെ മോട്ടോറും പമ്പും തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായ നിലയിൽ. പദ്ധതിക്കായി 1 കോടി മുടക്കിയിട്ടും തുള്ളി വെള്ളം പോലും കിട്ടാതെ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളേറെയായി. കാട് കയറി കിടക്കുന്ന പരിസരം വൃത്തിയാക്കിയപ്പോഴാണ് തുരുമ്പെടുത്ത മോട്ടോറും പമ്പും കാണാൻ കഴിഞ്ഞത്. പദ്ധതി തുടങ്ങിയിട്ട് 28 വർഷം പിന്നിട്ടപ്പോൾ അതിന്റെ പേരിലുള്ള വിജിലൻസ് കേസ് മാത്രമാണ് ഫയലിലുള്ളത്. ഇനി കേസുകളെല്ലാം പൂർത്തിയാക്കി തുടർ പദ്ധതി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പദ്ധതിയുടെ അവസാനത്തെ 80% പൂർത്തിയാക്കിയെങ്കിലും ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി മാത്രമുണ്ടായില്ല. മടത്തുംപടിയിലെ മംഗലംകുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയില്ലാതെയാണ് തലതിരിച്ച് അവസാനിപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പദ്ധതി പൊലിഞ്ഞതോടെയാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. അന്വേഷണം തുടങ്ങി 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നടപടികൾ പൂർത്തിയായിട്ടില്ല. അന്വേഷണം നടക്കുന്നതിനാൽ നിലവിലുള്ള പദ്ധതിയിൽ യാതൊന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. മംഗലംകുളത്തിൽ മോട്ടോർ സ്ഥാപിച്ച് അവിടെ നിന്ന് പൂപ്പത്തിയിലേക്ക് പൈപ്പിട്ട് പണികൾ പൂർത്തിയാക്കിയിരുന്നു. മോട്ടോർ പ്രവർത്തിച്ചപ്പോൾ അന്ന് 10 വർഷം മുൻപ് മണ്ണിനടിയിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ പൊട്ടിത്തകർന്ന് 1 കോടി രൂപയുടെ പദ്ധതിയാണ് ഒലിച്ചുപോയത്. മംഗലംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതിയില്ലാതെ മോട്ടോർ സ്ഥാപിച്ച് പൈപ്പിട്ട് പമ്പിംഗ് നടത്തി പരീക്ഷിച്ചപ്പോൾ വലിയ ആരോപണങ്ങളാണ് ഉയർന്നത്. അഴിമതി നടത്താവുന്ന മേഖലകൾ മാത്രം പൂർത്തിയാക്കിയെന്നാണ് പ്രധാന ആരോപണം. പുയ്യ പഞ്ചായത്തിലെ 450 ഹെക്ടർ പ്രദേശത്തേക്ക് പ്രയോജനം ലഭിക്കാവുന്ന പദ്ധതി പൊലിഞ്ഞിട്ടും ബദൽ നിർദ്ദേശമൊന്നും പ്രായോഗികമായി ഉണ്ടായിട്ടില്ല. മംഗലംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാനുള്ള യാതൊരു പദ്ധതിയും ഉയർന്നിട്ടില്ല. ബദൽ നിർദ്ദേശങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ സമീപനം ഉണ്ടായിട്ടില്ല. TCV മാള. ചെങ്ങാലൂർ എടത്തോട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. വെള്ളിക്കുളങ്ങര മുപ്ലിയം മണ്ണമ്പേട്ട തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PG ട്രാവൽസാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 7ഓടെയായിരുന്നു അപകടം. ഡ്രൈവർ ഇഞ്ചക്കുണ്ട് സ്വദേശി പെരുമലക്കുന്നേൽ സാനിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ബസ് നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള കാനയിലൂടെ കയറി ഇറങ്ങിയ ശേഷം വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. കുറ്റിച്ചിറ പറമ്പിൽ ഡേവിസിന്റെ മതിലാണ് തകർന്നത്. അപകടത്തിൽ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീണാണ് പരിക്കേറ്റത്. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേർപ്പ് പുത്തറക്കലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. നിതിൻ വുഡ് വർക്സിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂർ കൊണ്ടാണ് തീയണച്ചത്. മര ഉരുപ്പടികളും മരത്തടികളും 2 മോട്ടോറുകളും പ്ലെയിനിംഗ് മെഷീനും കത്തിനശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചവറിന് തീയിടുന്നതിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു.
അയ്യന്തോൾ കോലോപ്പറമ്പ് സ്വദേശി കാര്യായത്തിൽ വീട്ടിൽ 58 വയസ്സുള്ള അജയനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പൊള്ളലേറ്റത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. വെസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് യുവാക്കളെ ആക്രമിച്ച് 3 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ കൊട്ടേഷൻ സംഘത്തെ തൃശൂർ സിറ്റി ഷാഡോ പോലീസും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കീരിക്കാടൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന കൊട്ടേഷൻ സംഘത്തിലെ അംഗം കോതമംഗലം സ്വദേശി മറ്റത്തിൽ വീട്ടിൽ ജോബി ജോർജാണ് അറസ്റ്റിലായത്. ഇതോടെ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26ആയി. പ്രതികളിൽ നിന്ന് 1 കിലോ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ 8-നാണ് ജ്വല്ലറി ജീവനക്കാരെ ആക്രമിച്ച് സ്വർണം കവർന്നത്. തൃശൂർ ജില്ലയിൽ നാളെ താപനില 38 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. തൃശൂർ ഉൾപ്പെടെ 4 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നതിനാൽ കനത്ത ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥ ഉണ്ടായേക്കാം. പൊതുജനം ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. SFI നേതാവായിരുന്ന RK കൊച്ചനിയന്റെ 32ാം രക്തസാക്ഷി ദിനാചരണം തൃശൂരിൽ നടന്നു. സ്വരാജ് റൌണ്ടിൽ നിന്നും കൊച്ചനിയൻ കുത്തേറ്റ് വീണ രാമനിലയം പരിസരത്ത് തയ്യാറാക്കിയ സ്മൃതി മണ്ഡപം വരെ വൈറ്റ് വോളണ്ടിയർ മാർച്ചും വിദ്യാർത്ഥി പ്രകടനവും നടത്തി. വിവിധ കോളേജുകളിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് M. സജി ഉദ്ഘാടനം ചെയ്തു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലവിൽ രാജ്യത്ത് മോദി സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് കേന്ദ്രം. ഇതിനെതിരായി ഇതിനോടകം ശക്തമായ പ്രതിപക്ഷ സ്വരമായി മാറിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്നും ആദർശ് പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് R. വിഷ്ണു അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി K. രവീന്ദ്രൻ, DYFI ജില്ലാ ട്രഷറർ സെന്തിൽ കുമാർ, SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KU സരിത, സംസ്ഥാന കമ്മിറ്റി അംഗം MM മേഘ്ന എന്നിവർ സംസാരിച്ചു. സർവകലാശാല ഇവിടെയെല്ലാം തന്നെ 32 വർഷങ്ങളിൽ ബാക്കി വെച്ചു പോയ മുദ്രാവാക്യമാണ് ഈ ജനത ആകമാനം തന്നെ ഏറ്റവും സംഘടനകൾ ഇത്തരത്തിൽ ഓർമ്മ പുതുക്കുന്നത് ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് മുദ്രാവാക്യം വിളിച്ചതിന്റെ ഭാഗമായി അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV വിനോദ്, സാജൻ കൊടിയൻ, ബിന്ദു ബാബു, പ്രിൻസി ഫ്രാൻസിസ്, അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, രജിസ്ട്രേഷൻ ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ PK സാജൻ കുമാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ പണികൾ നിലച്ചു. കരാർ കമ്പനിക്ക് കരാർ അവസാനിപ്പിക്കുന്നതിന് മുൻപുള്ള വിശദീകരണ കത്ത് നൽകി. പണികൾ മന്ദഗതിയിലാണെന്ന റിപ്പോർട്ടിലാണ് കരാറുകാരെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 2021 സെപ്റ്റംബറിലാണ് തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നവീകരണം ആരംഭിച്ചത്. 218.44 കോടി രൂപയ്ക്കായിരുന്നു കരാർ. 2 വർഷമായിരുന്നു കരാർ കാലാവധി. 2023 കരാർ കാലാവധി തീർന്നതോടെ ഡിസംബർ 31 വരെ നീട്ടി നൽകി. ഈ കാലയളവിൽ പണികൾ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇതോടെയാണ് കരാറിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി KSTP വിശദീകരണ കത്ത് നൽകിയത്. അതേസമയം കരാർ പ്രകാരം 15 കോടി രൂപ ലഭിക്കാനുണ്ടെന്നും നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചതോടെ പഴയ അടങ്കൽ തുകയിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും കരാർ കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. ബില്ലുകൾ കൃത്യസമയത്ത് അനുവദിച്ച് കിട്ടാത്തതിനാൽ പണികൾ തടസ്സപ്പെടാൻ ഇടയായെന്നും കമ്പനി അധികൃതർ പറയുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ പാത നിർമ്മാണ പ്രവർത്തികളിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിയൂർ ചെമ്പശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരം കോർപ്പറേഷൻ ജീവനക്കാർ നീക്കം ചെയ്തു. ഏതാനും ആഴ്ചകളായി മാലിന്യം കുമിഞ്ഞുകൂടിയത് മൂലം പ്രദേശത്ത് കനത്ത ദുർഗന്ധമായിരുന്നു. രാത്രികാലങ്ങളിലാണ് മേൽപ്പാലത്തിന് സമീപം മാലിന്യങ്ങൾ കൊണ്ടിട്ടിരുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മയ്ക്കും സബ്സിഡി വെട്ടിക്കുറച്ചതുകൊണ്ട് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താറുമാറാക്കിയ പിണറായി സർക്കാരിനെതിരെയും ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണ നടത്തി. പാടുക്കാട് വിയൂർ സപ്ലൈകോയിൽ പ്രതിഷേധ സൂചകമായി കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ നിയോജക മണ്ഡലം സെക്രട്ടറി PR ആനന്ദ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ആന്റണി തട്ടിൽ, ടോജോ തിമോത്തി എന്നിവർ സംസാരിച്ചു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ഗ്രാമബലിയും പള്ളിവേട്ടയും ഇന്ന്. നാളെ നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രത്തിനകത്തെ പാലക പരിചാരക ദേവതകൾക്ക് ഉത്സവബലിയുടെ നിവേദ്യവും പൂജയും നൽകുന്നത് പോലെ ഗ്രാമത്തിലെ സംരക്ഷക ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗ്രാമബലി. സന്ധ്യയ്ക്ക് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളും. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിലെ ദീപാരാധനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഈ ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല. പകരം വലിയ ബലിക്കല്ല് പുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണ്ണത്തിടമ്പിന് മുന്നിലാണ് ദീപാരാധന നടത്തുക. പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുക എന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയാണ്. വർഷത്തിൽ ഈ 2 ദിവസങ്ങളിൽ മാത്രമാണ് കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവസരം ലഭിക്കുക. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുക. എഴുന്നള്ളിപ്പിന് മുന്നിൽ പതിവായി കൊട്ടുന്ന പഞ്ചാരിമേളത്തിന് പകരം പാണ്ടിമേളമാണ് ഉണ്ടാവുക. വാളും പരിചയമേന്തി വേഷഭൂഷാദികളണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചുവടുവയ്ക്കും. കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, കുത്തുവിളക്കുകൾ എന്നിവ അകമ്പടിയാകും. രാജകൊട്ടാരങ്ങളിലെ വേദജ്ഞരെ ഓർമ്മിപ്പിക്കുന്ന ഭജനാ സംഘം കീർത്തനാലാപനവുമായി അണിനിരക്കും. ഗ്രാമബലി തൂവിക്കൊണ്ട് ഊതിക്കന്മാർ മുന്നിൽ നീങ്ങും. മുക്കുമൂലകളിലും പെരുവഴികളിലും അജ്ഞാതരൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത്. ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്രമതിലിന് പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും. മേളം സമാപിച്ച ശേഷം പിടിയാനയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും. ഒറ്റച്ചെണ്ട, ശംഖ്, ചേങ്ങില എന്നിവ അകമ്പടിയാകും. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തു കിടന്ന് കല്യാണ മണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ. അവകാശിയായ പുതിയേടത്ത് പിഷാരൂഢി 3 തവണ പന്നിമാനുഷ്യങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കിട്ടിയവർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും. ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണ്ണത്തിടമ്പേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും. 9 തവണ ക്ഷേത്രം വലം വെച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാൻ പള്ളിവേട്ട പൂർത്തിയാക്കും. തുടർന്ന് ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വെള്ളിക്കട്ടിലിലെ പട്ടുമെത്തയിൽ ഉരുളൻ തലയിണയുമായി നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പന്റെ പള്ളിയുറക്കം. പള്ളിവേട്ടയിലെ ക്ഷീണം കാരണം അത്താഴം പോലും കഴിക്കാതെയാണ് പള്ളിയുറക്കമെന്നാണ് വിശ്വാസം. പള്ളിവേട്ടയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്ര പരിസരം നിശ്ചലമായിരിക്കും. മണിക്കൂർ ഇടവിട്ടടിക്കുന്ന നാഴികമണി പോലും ഈ സമയത്ത് അടിക്കില്ല. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നാഴികമണി അടിക്കാതിരിക്കുക. വെള്ളിയാഴ്ച പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളി ഉണരുക. സന്ധ്യയ്ക്ക് ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം രാത്രി 11 മണിയോടെ ആറാട്ട് നടക്കും. ആറാട്ടിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. TCV ഗുരുവായൂർ. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഇന്നസെന്റിന്റെ വീട് സന്ദർശിച്ചു. ഇന്ന് രാവിലെയാണ് ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലുള്ള ഇന്നസെന്റിന്റെ വസതിയിൽ സന്ദർശനം നടത്തിയത്. ഇന്നസെന്റിന്റെ ചെറുമകൻ ജൂനിയർ ഇന്നസെന്റ് ബൊക്കെ നൽകി രവീന്ദ്രനാഥിനെ സ്വീകരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ചാലക്കുടിയിൽ ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നും ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്ക് ഉണ്ടെന്നും വർത്തമാനകാല രാഷ്ട്രീയവും കൂടി ചേരുമ്പോൾ ചാലക്കുടിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മേഖലയിൽ പര്യടനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭ, ഏറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥി ഹ്രസ്വ സന്ദർശനം നടത്തിയത്. വാഹനാപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് ശരീരം തളർന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന എരവ് സ്വദേശിയായ യുവാവിന് സഹായഹസ്തവുമായി സന്നദ്ധ സംഘടന. മങ്ങാട് വാസു സുസ്മിത ദമ്പതികളുടെ മകൻ ജിഷ്ണുവിന്റെ ചികിത്സയ്ക്കാണ് ചേലക്കര നന്മ ചാരിറ്റബിൾ സൊസൈറ്റി സഹായഹസ്തവുമായി എത്തിയത്. നന്മ പ്രവർത്തകർ സമാഹരിച്ച ചികിത്സാ ധനസഹായം 1 ലക്ഷം രൂപയുടെ ചെക്ക് സൊസൈറ്റി പ്രസിഡന്റ് KC ബാബു വാർഡ് മെമ്പർ സുനിത ബാബുവിന് കൈമാറി. 1.5 വർഷം മുൻപ് അരിമ്പൂരിൽ വെച്ച് ജിഷ്ണുവിന് ഓട്ടോ മരത്തിലിടിച്ച് മറിഞ്ഞാണ് ഗുരുതര പരിക്കേറ്റത്. നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരായ സജി, സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
കടങ്ങോട് പഞ്ചായത്തിലെ കണലി പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പിന്തുണ നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. നേതാക്കളായ സലാം വലിയകത്ത്, ബിജു ആദൂർ, സുനിൽ ചിറമനെങ്ങാട് എന്നിവർ പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. കഥകളി നടനും ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം പ്രിൻസിപ്പളുമായിരുന്ന പള്ളിപ്പുറം ഗോപാല നായരാശാന്റെ 112ാം ജന്മദിനം ഞായറാഴ്ച ആചരിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. കലാനിലയം വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരെ പള്ളിപ്പുറം അവാർഡ് നൽകി ആദരിക്കും. തുടർന്ന് ലവണാസുരവധം കഥകളി അരങ്ങേറും. സംഘാടകരായ കലാനിലയം രാഘവൻ, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, കലാമണ്ഡലം നാരായണൻ എമ്പ്രാന്തിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏറിയാട് എസ്എൻപുരം മണ്ഡലം കമ്മിറ്റികളും കൊടുങ്ങല്ലൂർ താലൂക്ക് പെൻഷനേഴ്സ് സഹകരണ സംഘവും ചേർന്ന് കൊടുങ്ങല്ലൂർ സബ് ട്രഷററിയിൽ ഇരിപ്പിട സൗകര്യം ഒരുക്കി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി.എം. കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ട്രഷറി ഓഫീസർ ആശമോൾ, അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളായ പ്രൊഫസർ കെ.എ. സിറാജ്, വി.സി. കാർത്തികേയൻ, പി.എൻ. മോഹനൻ, പി.എ. മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു. ഇവിടെ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫും പെൻഷനേഴ്സ് സംഘടനകളുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിൽ KSU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായി നിയമിതനായ തെക്കുംകര സ്വദേശി അഹ്സാൻ ഷെയ്ഖിനെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് അഖിൽ സാമുവൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ VJ ജമാൽ, വിജോയ് കുറ്റിക്കാടൻ, കെ ശരൺ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേലക്കര ഏരിയ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഏരിയ പ്രസിഡന്റ് PM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി താര ആർ നായർ, ട്രഷറർ സുജാത രതി രവീന്ദ്രൻ, ഷീജ ശങ്കർദാസ്, ശ്രീകല, സുശീല, പ്രിയ എന്നിവർ സംസാരിച്ചു. അവശ്യവസ്തുക്കൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശമംഗലം സപ്ലൈകോയിലേക്ക് കാലിക്കലങ്ങളുമായി മാർച്ച് നടത്തി. വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് M മഞ്ജുള അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഉദയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് K പ്രേമൻ, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ മാധവ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം മഹാശിവരാത്രി പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 1 മുതൽ 12 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 1 മുതൽ 7 വരെ നാദോപാസന ഇരിങ്ങാലക്കുടയുമായി ചേർന്ന് നടത്തുന്ന ശിവരാത്രി നൃത്തോത്സവത്തിൽ കലാകാരന്മാർ പങ്കെടുക്കും. മഹാശിവരാത്രി ദിനം കാഴ്ചശീവേലി, രാത്രി കൂടൽമാണിക്യം ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നിന്ന് എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, ഭക്തിഗാനമേള, കഥകളി തുടങ്ങിയവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം പ്രസിഡന്റ് N വിശ്വനാഥ മേനോൻ, വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ കാക്കര, സെക്രട്ടറി ഷിജു S നായർ, ട്രഷറർ P സുനിൽകുമാർ, ഭരണസമിതി അംഗങ്ങളായ സൽഗു തറയിൽ, രേഷ്മ R മേനോൻ എന്നിവർ പങ്കെടുത്തു. ക്യാൻസർ രോഗികൾക്ക് അൽ-അമീൻ ആശുപത്രിയുടെ കാരുണ്യസ്പർശം. 10ഓളം ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകിയാണ് പന്നിത്തടം അൽ-അമീൻ ആശുപത്രി മാതൃകയായത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അൽ-അമീൻ ചാരിറ്റി വിഭാഗം ഇത് 2ാം തവണയാണ് ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകുന്നത്. രമ്യ ഹരിദാസ് MP ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സൈബു നിസ ഷറഫു അധ്യക്ഷത വഹിച്ചു. അൽ-അമീൻ ചാരിറ്റി ചെയർമാൻ ഉസ്മാൻ ഹാജി, ഡോക്ടർ മുഹമ്മദ് റോഷൻ, പൊതുപ്രവർത്തകൻ ഷറഫു പന്നിത്തടം എന്നിവർ നേതൃത്വം നൽകി. കൊടകര കനകമല കലേടം മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശിവരാത്രി തലേന്ന് രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് തിരുവാതിരക്കളി, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ മോഹനൻ കുണ്ടോളി, VP ജയൻ, റെജിമോൻ ഐക്കര എന്നിവർ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി വി നന്ദകുമാർ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ എസ് രതീഷ്, ജനറൽ കൺവീനർ പി എസ് അരവിന്ദാക്ഷൻ, ട്രഷറർ ഫ്രാൻസിസ് തച്ചിൽ എന്നിവർ പങ്കെടുത്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. VKTU ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ഹസൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ഏരിയ സെക്രട്ടറി വി ബി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AM പ്രകാശൻ, MA ഇസ്മയിൽ, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അറബി തസ്തിക നിർണയത്തിലുള്ള തെറ്റായ മാനദണ്ഡം ഉടൻ നിർത്തണമെന്ന് അധ്യാപക സംഘടനയായ KATF ജില്ലാ കൌൺസിൽ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ കൌൺസിൽ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി നൂറുൽ അമീൻ, ജില്ലാ ജനറൽ സെക്രട്ടറി മുഹ്സിൻ പാടൂർ, ഓർഗനൈസിംഗ് സെക്രട്ടറി PP ജമാൽ, സജീബ് പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു. UGC നടത്തിയ നെറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ KK ഷബീറിനെ മെമന്റോ നൽകി ആദരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗികളുടെ കുടുംബ സംഗമം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, VS ജിനേഷ്, നൌമി പ്രസാദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഖി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മിനിമം കൂലി 600 ആക്കുക, തൊഴിൽ ദിനങ്ങൾ എല്ലാവർക്കും 100 ദിവസം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. മണലൂർ ഏരിയ സെക്രട്ടറി KK ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, PV അശോകൻ, സതി കൃഷ്ണൻ, കല്യാണി നാരായണൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് GMLP സ്കൂളിന്റെ വാർഷികാഘോഷം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴയങ്കരത്ത്, വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, മതിലകം BBC AP സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട്. ആ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് ഇന്ന് സൗജന്യവും സാർവത്രികവുമായി മാത്രമല്ല ഭക്ഷണവും വസ്ത്രവും പാഠപുസ്തകവും രാവിലത്തെ ഭക്ഷണവും ഗ്രാമപഞ്ചായത്താണ് കൊടുക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് നമുക്ക് ഫണ്ട് പോരാ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൂടി പറയാം. ആ ഒരു ഏനാമാക്കൽ സെയിന്റ് ജോസഫ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം ചെയ്തു. വിദ്യാലയത്തിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ് 50ഓളം പേജുകളുള്ള ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കിയത്. വിദ്യാർത്ഥികളുടെ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങിയവ ഡിജിറ്റൽ മാഗസിൻ ആകർഷകമാക്കി. സ്കൂൾ PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക നൈസി ചെറിയാൻ അധ്യക്ഷയായിരുന്നു. അധ്യാപകമാരായ ജോബി ജോൺ, ലിജി PJ, പോളി VA, ഫ്രാൻസിസ് KK തുടങ്ങിയവർ സംസാരിച്ചു. ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന P ജയചന്ദ്രന് വേണ്ടി സംഗീതാർച്ചന നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാഹിത്യ അക്കാദമിയിൽ ഞായറാഴ്ച ഭാവഗീതം സംഗീതം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സംഗീതാർച്ചനയിൽ 80 ഗായകർ P ജയചന്ദ്രന്റെ 80 ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് അശീതി പ്രണാമം അർപ്പിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകരായ ഔസേപ്പച്ചൻ, വിദ്യാധരൻ, മോഹൻ സിത്താര, കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ, ചലച്ചിത്ര സംവിധായകൻ VK പ്രകാശ്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ രാത്രി 8 വരെ നീണ്ടുനിൽക്കുന്ന സംഗീതാർച്ചനയിൽ പ്രവേശനം സൗജന്യമായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ജയരാജ് വാര്യർ, പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്രസൗദം, ട്രഷറർ മധു ആനല്ലൂർ, കമ്മിറ്റി അംഗം CV ജോസ് എന്നിവർ പങ്കെടുത്തു. NGO യൂണിയൻ സർഗകലാ കായികവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കലാജാഥയ്ക്ക് പൂവത്തൂരിൽ സ്വീകരണം നൽകി.
സംഘാടക സമിതി ചെയർമാൻ VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് GO ഫോക്സ്, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് RL സിന്ധു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VS ഗോകുൽദാസ്, യൂണിയൻ ചാവക്കാട് ഏരിയ പ്രസിഡന്റ് ഷെദീദ് എന്നിവർ സംസാരിച്ചു. മെഡിസെപ് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കണമെന്ന് കക്കായ് പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇൻഷുറൻസ് ആനുകൂല്യത്തിന് അർഹതയുള്ള രോഗികൾ കിടത്തി ചികിത്സ കഴിഞ്ഞ് ക്ലെയിം തുക സമയബന്ധമായി അനുവദിക്കാത്ത പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് സംസ്ഥാന സർക്കാർ 2018 ഇറക്കിയിട്ടുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ ചികിത്സയ്ക്കെത്തുന്ന രോഗി മുൻകൂർ പണം അടയ്ക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഇവർ പറയുന്നു. ആശുപത്രികൾക്ക് നിലവിലുള്ള കുടിശ്ശിക ക്ലെയിം തുക ഉടൻ അനുവദിക്കുക, കൂടുതൽ ആശുപത്രികളെ മെഡിസെപ് ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പരാതികൾ നൽകിയെങ്കിലും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ മാർച്ച് 8 തൃശൂരിൽ മെഡിസെപ് ഗുണഭോക്താക്കളുടെ യോഗം ചേർന്ന് കോടതിയെ സമീപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കക്കായ് ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേറമ്പിൽ, G ഷാനവാസ്, KS ജോഷി, KC കാർത്തികേയൻ, NK സരോജിനി എന്നിവർ പങ്കെടുത്തു. വന്യജീവികൾ നാട്ടിലെത്തുന്നത് പതിവായിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സുവോളജിക്കൽ പാർക്കിനും മൃഗശാലകൾക്കും സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ വനമേഖലകൾ ഉള്ള ജില്ലകളിലെല്ലാം വന്യജീവി പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. പിടിക്കപ്പെടുന്ന വന്യജീവികൾ മിക്കവാറും പരിക്കേറ്റവയും ആരോഗ്യം ക്ഷയിച്ചവയുമായിരിക്കും. അത്തരം ജീവികൾക്ക് ശ്രദ്ധയോടുകൂടിയ ചികിത്സയും പരിചരണവും ആവശ്യമാണ്. വനം വകുപ്പിന് കീഴിൽ ഇപ്പോൾ നിലവിലുള്ള വന്യജീവി തീവ്ര പരിചരണ കേന്ദ്രങ്ങൾ ആവശ്യമായ ഉപകരണങ്ങളും പരിശീലനം സിദ്ധിച്ച മൃഗപരിപാലകരെയും നൽകിക്കൊണ്ട് സജ്ജമാക്കണം. ഇല്ലാത്ത ജില്ലകളിൽ പുതുതായി വന്യജീവി പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കണം. ഒരു വർഷത്തിനുള്ളിൽ വൈഗ, ദുർഗ, രുദ്രൻ, ധ്രുവൻ എന്നീ കടുവകളെയും ലിയോ എന്ന പുള്ളിപ്പുലിയെയും സംരക്ഷണാർത്ഥം പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റുന്ന പ്രക്രിയ ഇത് പരോക്ഷമായി ബാധിച്ചുവെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ അഭിപ്രായപ്പെട്ടു. ലോക കേൾവി ദിനത്തോടനുബന്ധിച്ച് ഹാർമണി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കെയർ സെന്ററിന്റെ തൃശൂർ പാട്ടുരായ്ക്കൽ ബ്രാഞ്ചിൽ മാർച്ച് 2 സൗജന്യ കേൾവി പരിശോധനയും ഹിയറിംഗ് എയ്ഡ് ട്രയലും സംഘടിപ്പിക്കും. മാർച്ച് 2 ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് കേൾവി പരിശോധനയും ഹിയറിംഗ് എയ്ഡ് ട്രയലും നടത്തുന്നത്. പരിശോധനാ ക്യാമ്പിൽ വിദഗ്ധ ENT കൺസൾട്ടന്റ് ഡോക്ടർ MR അഞ്ജുവിന്റെയും ചീഫ് ഓഡിയോളജിസ്റ്റ് ദീപക് ജയന്റെയും മറ്റു വിദഗ്ധരുടെയും സൗജന്യ സേവനം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന സംസാര വൈകല്യങ്ങൾക്കും കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾക്കുമുള്ള അതിനൂതന ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളിലെ സംസാര വൈകല്യ നിർണയവും സ്പീച്ച് തെറാപ്പിയും വോയിസ് തെറാപ്പി, ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഓട്ടിസം തെറാപ്പി, പഠനവൈകല്യമുള്ള കുട്ടികളുടെ തെറാപ്പി, അതിനൂതനമായ കേൾവി നിർണയ സംവിധാനങ്ങൾ, ലോകോത്തര നിലവാരമുള്ള ശ്രവണ സഹായികൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ENT ഡോക്ടറുടെ സേവനങ്ങളും ശ്രവണ സംസാര വൈകല്യമുള്ളവർക്ക് വിദഗ്ധ ഓഡിയോളജിസ്റ്റുകളുടെയും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുകളുടെയും സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7558860606. വാണിജ്യം. പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖകൾ ചാലക്കുടിയിലും ഒളരിക്കരയിലും പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ സ്വർണം ആർക്കേഡിലെയും തൃശൂർ ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപം KS സജിനി ഷോപ്പിംഗ് കോംപ്ലക്സിലെയും ശാഖകളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം രജിഷ വിജയൻ നിർവഹിച്ചു. ചാലക്കുടിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൌൺസിലർ നിത പോൾ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി മൂത്തേടൻ, ജനറൽ സെക്രട്ടറി റൈസൻ ആലൂക്ക എന്നിവരും ഒളരിയിലെ ചടങ്ങിൽ അയ്യന്തോൾ മേഖല മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PV ജയപ്രകാശ്, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനീത് വസന്തകുമാർ, ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ വൈശാഖ് വിജയൻ, പ്രശാന്ത് പ്രതാപൻ, ഷെയർ ഹോൾഡർ M ശിവകുമാർ, കാർത്തികേയൻ, അനുരാജ്, PC സുജിത്ത്,
റീജിയണൽ മാനേജർ കൃഷ്ണ കലേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഗോൾഡ് ലോൺ, വെഹിക്കിൾ ലോൺ, ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡിമാൻഡ് സർവീസസ്, മൈക്രോ ഫിനാൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് തുടങ്ങി വൈവിധ്യമാർന്ന സാമ്പത്തിക സേവനങ്ങളെ ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ച് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പരിഹാരമേകാനാണ് ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചാലക്കുടിയിലും ഒളരിക്കരയിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് റെഫ്രിജറേറ്റർ സമ്മാനമായി നൽകി. ഇതിനു പുറമെ മാർച്ച് 31 വരെ ചാലക്കുടി ഒളരിക്കര ശാഖകളുടെ ഉപഭോക്താക്കളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 2 പേർക്ക് കൂടി റെഫ്രിജറേറ്റർ സമ്മാനമായി നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. നാമജപവുമായി ഗേറ്റിന് മുന്നിൽ പ്രതിരോധം തീർത്ത് ഭക്തർ. കെടുകാര്യസ്ഥതയുടെ നേർക്കാഴ്ചയായി പൂപ്പത്തി മംഗലംകുളം ജലസേചന പദ്ധതി. 1 കോടി മുടക്കിയിട്ടും തുള്ളിവെള്ളം പോലും പദ്ധതി വഴി ലഭിച്ചില്ല. ചെങ്ങാലൂർ എടത്തൂട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേർപ്പ് പുത്തറക്കലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. മര ഉരുപ്പടികളും മോട്ടോറുകളും കത്തിനശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യുവാക്കളെ ആക്രമിച്ച് 3 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കോതമംഗലം സ്വദേശി ജോബി ജോർജാണ് അറസ്റ്റിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26ആയി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.